നമസ്തേ. ഞാൻ നമ്മളെ കേരളത്തിലെ മഴയുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയായിരുന്നു. നല്ല മഴയ്ക്ക് ചാൻസാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മഴ സമയത്ത് ഗവൺമെൻറ് പല നിറത്തിലുള്ള അലർട്ടുകൾ പ്രഖ്യാപിക്കാറുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രധാനമായും 4 നിറത്തിലുള്ള അലർട്ടുകളാണ് പ്രഖ്യാപിക്കുന്നത്: റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ. നമുക്ക് ഏത് സാഹചര്യത്തിലാണ് ഈ പല തരത്തിലുള്ള അലർട്ടുകളും അല്ലെങ്കിൽ ഈ അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികൾ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് റെഡ് അലർട്ട് 115.6 മുതൽ 204.4 mm മഴ പെയ്യാൻ ചാൻസ് ഉള്ളപ്പോഴാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. വെരി ഹാർഡ് റെയിൻ. ഈ സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങണം. സുരക്ഷാ സേനയെ വിന്യസിക്കണം. ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് വയ്ക്കണം. ഗവൺമെൻറ് ഷുഡ് ആക്ട്, നടപടി തുടങ്ങണം. അടുത്തത് ഓറഞ്ച് അലർട്ട് 64.5 മുതൽ 115.5 mm വരെ മഴ പെയ്യാൻ ചാൻസ് ഉള്ളപ്പോഴാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. ഈ അലർട്ട് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകണം. സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വയ്ക്കണം. ഇനിയുള്ളത് യെല്ലോ അലർട്ട് 15.6 mm മുതൽ 64.4 mm വരെ മഴ പെയ്യാൻ ചാൻസ് ഉള്ളപ്പോഴാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നത്. അത് മോഡറേറ്റ് റെയിൻ എന്ന് പറയും, മിതമായ മഴ. അത് കാലാവസ്ഥയെ നമ്മൾ കരുതലോടെ വീക്ഷിച്ചാൽ മതി. സമയത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനിയുള്ളത് ഗ്രീൻ അലർട്ട് 2.5 mm മുതൽ 15.6 mm വരെയുള്ള മഴ പെയ്യാൻ ചാൻസ് ഉള്ളപ്പോഴാണ് ഗ്രീൻ അലർട്ട് എന്ന് പറയുന്നത്. അത് പറയുന്നത് ചാറ്റൽ മഴ. അതിന് പ്രത്യേകിച്ച് മുൻകരുതലോ പേടിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ളത് ഇതുവരെ സർക്കാർ അങ്ങനെ അത് പുറപ്പെടുവിക്കാറില്ല, വൈറ്റ് അലർട്ട് 0.1 മുതൽ 2.4 വരെ mm മഴ പെയ്യാൻ ചാൻസ് ഉള്ളപ്പോഴാണ് ഈ വൈറ്റ് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. അതങ്ങനെ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് അങ്ങനെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന്. അത് നേരിയ മഴയെന്ന് പറയും, വളരെ നേർത്ത മഴ. നമുക്കറിയാം 2018 കേരളത്തിലുണ്ടായ പ്രളയം. ആ മഴ എത്ര പെയ്തതെന്നറിയോ? 204.4 മുതൽ 300-400 mm വരെ പെയ്തപ്പോഴാണ് നമ്മളെ നാട്ടിൽ പ്രളയം ഉണ്ടായത്. കാറ്റും കോളുമൊക്കെ പെയ്തൊഴിയും. പക്ഷേ ചില മഴ ഓർമ്മകൾ നമ്മളെ നനച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? പ്രകൃതി ഉണ്ടെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടാവും, കടലുണ്ടെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാവും. നമ്മളെ കുടക്കീഴിൽ ഒരാൾക്കും കൂടി ഒരിടം കൊടുത്താൽ ഏതു മഴയും ഒരു സംഗീതമാകും. താങ്ക് യു വെരി മച്ച്.